അവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും. നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ കിട്ടിയ വാർത്ത, മാവേലിയുടെ കിരീടവും ആഭരണങ്ങളും പാതാളത്തിൽ നിന്നും നഷ്ടപ്പെട്ടു. അടുത്ത ആഴ്ച തിരുവോണ ദിവസം കേരളത്തിലേക്ക് വരാനാവില്ലെന്ന് മാവേലി. ഈ കളവിന് പിന്നിൽ നെതർലൻഡ്സിന്റെ മേയറായ ആനപ്പാറ അച്ചമ്മയും കൊച്ചുമകൾ രേവതിയും. Dames en heren, goedemiddag. Het volgende station is Eindhoven. Hello, madam. Welcome to Ooty. Nice to meet you. Hey, Ooty allade. Eindhoven. Welcome to Eindhoven. എടാ ജോജി, ഇന്നല്ലേ അമ്പച്ചിമാര് പെട്ടി അടിച്ചോണ്ട് നെതർലാൻഡിലേക്ക് വരുന്നേ? അതെ, പിന്നെ ഈ മേയർ കൊച്ചമ്മയുടെ കുറിച്ച് മര്യാദയോടൊക്കെ സംസാരിക്കും. എന്തോന്ന് മര്യാദയുടെ? ആ പെട്ടിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുവാടേ? ആ തള്ള ഒരു എച്ചിയാടേ, എച്ചി. അതെനിക്കറിയില്ല, എന്തെങ്കിലും തരുമായിരിക്കും. എന്തോന്നടേ? ഞാൻ ആ തള്ളയോട് ചോദിച്ചു മേടിക്കും, നീ നോക്കിക്കോ. അതെ, നീ ചോദിച്ചു വാങ്ങിക്കും. എടാ, എയിന്തോവന്റെ മേയർ ആനപ്പാറ അച്ചാമ്മയാണ് നീ തള്ളെന്നൊക്കെ വിളിക്കുന്നത്. മേയറെന്നൊക്കെ പറഞ്ഞിട്ട് എന്താടേ കാര്യം? ആ തള്ള എച്ചിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കാശി വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഈ നിസ്റ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. അയ്യോ, ദേ അവരിങ്ങെത്തി. ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ, ആ ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ. എടാ ജോജി, എന്തോന്നിടേ ഇത്? കൊച്ചുമോള് മാത്രമേ ഉള്ള, തള്ള വന്നില്ലെന്ന് തോന്നുന്നില്ല. പച്ച പരിഷ്കാരി, പച്ച മലയാളി, പുരുഷ മുതലാളി, മദ്യം മദിരാശി, വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട് അമ്മച്ചി, വെൽക്കം ടു എയിന്തോവൻ. നൈസ് ടു മീറ്റ് യു. ആ പെട്ടി ഇങ്ങ് തന്നേക്ക്. വേലക്കാരന് സ്ഥാനത്ത് നിന്നാ മതി. ഇവ ശരിയല്ല, ഇവന്റെ ഗുണ്ടക്കണ്ണ് കണ്ടാലറിയാം. കള്ളുവ ലക്ഷണമുണ്ട്. കോയിന്റെ മണം, വെച്ച കോയിന്റെ മണം. അതെന്റെ വയറെരിയുന്നതാ കൊച്ചേ. നിങ്ങളൊക്കെ നോക്കിക്കോ, ഈ പെട്ടി ഞാൻ തട്ടിയിരിക്കും. ഡച്ച് പട്ടണം പെട്ടി കിട്ടണം എന്തോ വാട, എച്ച് പോറണം കാറ് വാങ്ങണം സുമ്മാ ഇരുട. മേയർ ഈ ഡോക്ടർ இந்த കുതിരക്ക് എതിരി, വാട്ടർ ഒരു ബിയർ അവർ അടിച്ചിടും ലഹരി. അവക്ക് ജാക്ക് പോട്ട്, നമുക്ക് ചാട്ടി. ഈ മേയർ അമ്മയെ മണ്ടിയാക്കി പെട്ടി വേണണ്ടാടോയ്. ഡച്ച് പട്ടണം പെട്ടി കിട്ടണം എന്തോ വാട, എച്ച് പോറണം കാറ് വാങ്ങണം സുമ്മാ ഇരുട ഇരുട. നമസ്കാരം. പ്രധാന വാർത്തകൾ. മാവേലിയുടെ കിരീടം മോഷണം പോയ കേസിൽ അന്വേഷണത്തിനായി കേരള പോലീസും CIDകളും നെതർലാൻഡ്സിലേക്ക്. ഹലോ. La 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 la. Oh la la la. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. കൊമ്പെട് കുറുങ്കുഴൽ കൊട്, തപ്പെട് തകിൽ പുറം കൊട്. സാധനം കയ്യിലുണ്ട്,
സാധനം കയ്യിലുണ്ട്. ഏതാ സാധനം? സൽസ, ജോഡി വാക്കർ, ഇമ്പച്ച്, ആരമയക്കി, ഏതാ സാധനം? അയ്യോ സാർ, സത്യമായിട്ടും ഞങ്ങൾ സിഐഡികളാണ്. CID ദാസനും കോൺസ്റ്റബിൾ വിജയനും. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറാണ്. അവിടെ ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മദ്രാസിൽ നിന്ന് വന്ന ഞങ്ങൾ CIDകൾ ആ പെട്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. ഇത് ജോസ് പ്രകാശിന്റെ മുതലക്കഥയല്ലടാ, ഈ ജോർജ് സാറിന്റെ പെട്ടിക്കഥയാണ്. പെട്ടിക്കഥ പോയി കോസ്റ്റ്യൂം മാറ്റേച്ചു ആടാ മണ്ടേ. അയ്യോ ശരി സാർ. ഡാൻസേഴ്സ് റെഡി, 1 2. CIDകളെ, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് പറ. ആ പെട്ടി അടിച്ച് മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനെന്നാൽ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് കപ്പട മീശയും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം. സാർ കിട്ടി 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 സാർ. നിനക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. അതല്ല സാർ, പെട്ടി കിട്ടി. കൊള്ളാം, എവനാള് കൊള്ളാം. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ. താങ്ക് യു സാർ. ഇന്നാ സാർ പെട്ടി. ഞാനൊന്ന് നോക്കട്ടെ. ടോപ്പ്, ചീപ്പ്, കണ്ണാടി, ലിപ്സ്റ്റിക്ക്, മൊത്തം മേക്കപ്പ് സാധനങ്ങൾ. ഇത് നമ്മൾ ഉദ്ദേശിച്ച പെട്ടി അല്ലടാ ബെന്നി. ഡാൻസ് മാസ്റ്റർ വിക്രം. ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? പെട്ടി അന്വേഷിച്ച് വന്നതാണല്ലേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഓഹോ, ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി. ഇയാളെ കണ്ടിട്ട് ഈ നോവലിലെ പേര് കേട്ട ഡാൻസ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു. ആ പെട്ടി അങ്ങ് കൊടുത്തേക്കോ സാർ. നിങ്ങൾ പറഞ്ഞ ആൾമാറാട്ടം മിസ്റ്റർ വിജയ് മാത്രം വേറൊരു വീട്ടിലേക്ക് പോയാൽ മതി, വേലക്കാരനായിട്ട്. അതെ സാർ, സാറ് പറഞ്ഞത് ശരിയാണ്. വേലക്കാരന്റെ റോൾ ഇവൻ മനോഹരമായിട്ട് ചെയ്യും. എന്ത് ജോലിയും ചെയ്യും. അതിന് എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. കോരിക്കോ പോടാ, ഇവിടെ നിനക്ക് ജോലിയൊന്നുമില്ല. ആരാവിടെ ഈ പോടാ കോരുക. നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? ഇവന്റെ ഉണ്ട കണ്ടാലറിയാം നല്ല കള്ള ഇഷ്ടമുണ്ട്. നീ CID അല്ലേ നാറി? വേഷം മാറി നടക്കാണല്ലേ? പോതപ്പരിയാലേ.
ഇതിന്റെ ഷേപ്പിനെ മാറ്റൂടാ. ദാസാ, ജോർജ് സാറേ, കള്ള ബോക്സിംഗ് ആടാ, ബോക്സിംഗ്. അമ്മേ, வாழ்க்கை என்பதே அன்பினில் அன்பின் 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 அன்பினில் ஆசை புன்னகை மூஞ்சியில் மூஞ்சி 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 மூஞ்சியில். ഓ എടാ സിഐഡി മൊണ്ടകളെ, എന്തൊക്കെയായിരുന്നു വീരവാദം. തേജ് പാളിസായി വന്ന് നിൽക്കുന്നു. കഷ്ടം. സാറേ, ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. മേയർ അച്ഛാമ പെരിയ ബോക്സിംഗ് ചാമ്പ്യൻ സാർ. 2 ദിവസമായടാ ഈ ജോർജ് സാർ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്. അതെന്ത് പറ്റി സാർ? എടാ, നീ ബ്രഷ് പോലത്തെ മീശ കണ്ടോടാ. ഈ മീശകാരുടെ മനുഷ്യന് ചോറ് തിന്നാൻ പോലും പറ്റുന്നില്ല. മീശയുടെ കാര്യം പറഞ്ഞപ്പോഴാ സാറേ, ആ പെട്ടി അടിച്ച് മാറ്റാൻ പറ്റിയ ഒരു തിരുടൻ ഹെയ്ന്തോവനിൽ ഇറുക്ക് സാർ. മീശ മാധവൻ, ഹെയ്ന്തോവനിലെ ആസ്ഥാന സൈക്കിൾ തിരുടൻ ഇവനാ സാർ, മീശ മാധവൻ. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. മാധവ, ഇനി ഞാൻ പറയും, നീ കേൾക്കും. എടാ, വേഗം നിന്റെ മീശ പിരിച്ച് ആ പെട്ടി അടിച്ചോണ്ടിച്ചു വാടാ. സാർ, അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടാ മാധവ, എന്താടാ അങ്ങനെ? മാധവൻ കള്ളനാ, എയ്ന്തോവന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടതൊന്നും ഈ എയ്ന്തോവൻ വിട്ട് പുറത്ത് പോയിട്ടില്ല. ഈ കള്ളൻ മാധവന്റെ കാവലുള്ളപ്പോ ഈ പെട്ടിയും കൊണ്ട് പോകാൻ വേശിക്ക് ഇത്ര കട്ടി പോരാ ജോർജ് സാറേ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്റെയോ? നിന്റെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ നീ ഈ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട് അടിയ. ഈ കഥയിലെ ഹീറോ ജോർജ് സാർ ആടാ. ഇത് ഷാരത്തെ സൈക്കിളല്ലേ? Миша, 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 Миша переписал. Ваши, 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 ваши переписал. സാർ, എന്റെ തിരുടൻ സൈക്കിൾ മാത്രമേ കക്കുള്ളൂ സാർ. പെട്ടി കക്ക തെരിയാത്. വേറെ ആരെങ്കിലും ഉണ്ടോ? ആ പെട്ടി ഒന്ന് എടുത്തു തരാൻ. ഇറുക്കു സാർ, ഇറുക്ക്. എന്നാ വേഗം ഒന്ന് ഇറുക്ക്. അതെ, ഇറുക്ക് സാർ. നമ്മുടെ ജോജിയുടെ ബിഗ് ബ്രദർ ബെൻസ്, അവരൊരു കൊമ്പൻ സാർ. എന്താണ് കൊമ്പൻ സ്രാവോ? അതെ, കൊമ്പൻ, ആനക്കൊമ്പൻ. ഒറ്റയാർ 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 സ്റ്റേജിൽ കയറിയത് പറഞ്ഞേക്ക്. ഓ എടാ ബെൻസ്, നീ എന്താടാ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ഈ കൈവച്ച് എങ്ങനെയാ സാറേ? ബെൻസ്, എന്ത് പറ്റിയടാ നിനക്ക്? ഒന്നും പറയണ്ട, ഒറ്റ കൊമ്പനാണെന്നും പറഞ്ഞ് കാട് കയറാൻ പോയതാ. ആന തൂക്കി എടുത്തായിരുന്നു ഈ പരുവായി. ഞങ്ങൾ കത്രീന ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. ഒറ്റ കൊമ്പൻ സ്റ്റാൻഡ് വിട്ടെന്ന് പറഞ്ഞേക്ക്. എടാ, എന്തായാലും നമ്മുടെ ബെൻസിന്റെ കാര്യം ഇങ്ങനെയായല്ലോടാ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ ഇറുക്കും സാർ. നമ്മുടെ ഹെയ്ന്തോവൻ മലയാളി ഫെസ്റ്റിവല് നടക്കുമല്ലേ? അതെ, അത് ഇന്നല്ലേ? ആമാ സാർ, ഓണാഘോഷത്തിന് മേയർ അച്ഛമ്മയുടെ ബോക്സിംഗ് മത്സരം ഉണ്ടാവും. ആ മത്സരത്തിൽ അച്ഛാമയെ തോപ്പിച്ച പെട്ടിയെന്നല്ല എന്തു ധാരമായ തള്ള തരും. അവര് ரொம்ப ദാനശാലി സാർ. വെരി ഗുഡ് ഐഡിയ. ഏതാൽ സിഐഡി ദാസനും വിജയനും ഓണാഘോഷത്തിന് റെഡി. നിങ്ങളേവരും കാത്തിരുന്ന ബോക്സിംഗ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങുന്നതാണ്.
നമസ്കാരം, ഞാൻ നെതർലാൻഡിൽ നിന്ന് റിപ്പോർട്ടർ രമണനാണ്. ഇവിടെ ബോക്സിംഗ് മത്സരം തുടങ്ങാൻ പോവാനാണ്. മത്സരം കഴിഞ്ഞാലറിയാം മാവേലിക്ക് കിരീടം കിട്ടുമോ. കിരീടം കിട്ടിയാൽ മാവേലി തുടരും. മാവേലി തുടരുമോ? മാവേലി തുടരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ബോക്സിംഗ് മത്സരത്തിനായി എഴുന്തോവന്റെ മേയർ ആനപ്പാറ ലക്ഷം എഴുതുന്നുള്ളൂ. ജോർജ് സാറ്, ആനപ്പാറ ലക്ഷം റെഡിയാണ്. നിങ്ങളുടെ ആര്യ ബോക്സിംഗിൽ ഇറക്കുന്നത്. എടാ നീ നോക്കിക്കോ, ഈ കഥയിലെ ഹീറോ ജോർജ് സാറാടാ. ഞങ്ങൾക്ക് വേണ്ടി ചന്ദനക്കടത്തുകാരൻ പുഷ്പ ഇറങ്ങുവടാ. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയറാ, ഫയർ, വൈൽഡ് ഫയർ. സാറേ, സാറേ, ചതിച്ചു, ചതിച്ചു. ആ പുഷ്പ നമ്മളെ ചതിച്ചു സാറേ. പുഷ്പയ്ക്ക് 3000 യൂറോന് വരാൻ പറ്റില്ലെന്ന്, അവന് 5000 വേണമെന്ന്. ഇനിയിപ്പോ എന്താണാ ചെയ്യുക? നമുക്ക് രമണനെ ഇറക്കിയാ പോരെ. ഇവന് പണ്ട് പഞ്ചാബികളുടെ കൂടെ കുസ്തി പിടിച്ച് നല്ല പരിചയമുണ്ട്. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. അവരെ അച്ഛമ്മ ജയിച്ചേ. അച്ഛമ്മനെ ഇവിടെ പതുത്തി അടിച്ച്. എന്താണ് ഇത്? സാറേ, രമണന്റെ മരണം നാട്ടിലേക്ക് വിളിച്ചറിയിക്കട്ടെ. അയ്യോ, അതിന് ഞാൻ മരിച്ചിട്ടില്ല. മരിച്ച പോലെ കണ്ടതാ. എന്നാലും മാവേലിക്ക് കീടം വായിച്ചു കൊടുക്കാൻ ഈ രമണന് കഴിഞ്ഞില്ലല്ല. രമണ, മാവേലിയുടെ തിരിടം തിരിച്ചു കൊടുക്കാൻ ഈ അച്ചമ്മ തയ്യാറാണെന്ന് മാവേലിനെ വിളിച്ച് പറയടാ. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. മാവേലി എല്ലാ കൊല്ലവും ഈ നെതർലാൻഡിലും അവിടെ വരണം. സമ്മതാണോ? എന്റെ അമ്മ ജഗ ജഗ ജഗ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഹലോ മൗലാലി. അല്ല മാവേലി, മാവേലിക്ക് കിരീടം വേണമെങ്കിൽ നെതർലാൻഡിലേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വരണമെന്നാ ഇവര് പറയുന്നത്. എടാ രമണ, ഞാൻ വരാടാ. എനിക്ക് സന്തോഷമുള്ളൂ. നെതർലാൻഡിലുള്ള എന്റെ പ്രജകളെ എനിക്ക് കാണാമല്ലോ. അപ്പൊ ശരി മാവേലി. അപ്പൊ മാവേലിക്ക് കിരീടം കിട്ടിയിട്ടാ മാവേലി തുടരും. എന്റെ പൊന്നു ദൈവമേ, മാവേലിക്ക് കിരീടം കിട്ടി. മാവേലിയുടെ മൂടും ചേഞ്ച് ആയി. അടിച്ചു പൊളിക്കല്ലേ. മോനെ, മാവേലി മൂട്. എന്റെ അമ്മച്ചി ரொம்ப നല്ല മൂട്. അതെ, ഓലക്കേടെ മൂട്. അതെ, CID മൂട്. വല്ലാത്തൊരു മൂട്. തീർച്ചയാറികളെ, ഇതൊക്കെ ഒരു മൂട്. ഇവൻ ജോർജ് സാറിന്റെ കഥ അല്ലടേ, ഈ അച്ഛമ്മയുടെ കഥയുടെ. ഈ ഓണപ്പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്നേക്ക് അടിച്ച് നിന്റെ ബൂട്ട് ശരിയാക്കിട്ടേ വിടുള്ളൂടാ ഈ അച്ഛമ്മ. അയ്യോ, അച്ഛമ്മയുടെ മൂട് മാറിയേ. തോമസ് കുട്ടി വിട്ടോളാ.
സരണികളിൽ കാൽ സരമഴകൾ പുൽക്കൊടികളിലെ പനിമണികൾ പാൽ സരണികളിൽ കാൽ സരമഴകൾ പുൽക്കൊടികളിലെ പനിമണികൾ കാണാത്ത രൂപം കേൾക്കാത്ത നാദം കാണാത്ത രൂപം കേൾക്കാത്ത നാദം തേടുന്ന കാറ്റാടികൾ അനുഭവം തന്ന ജമയം വീണ്ടുമണി